ചോദിക്കാനുള്ളത്, സാധാരണ മക്ബറകൾ കാണുന്ന ജാറം മൂടുക എന്ന് പറയുന്നൊരു നേർച്ച കാണാറുണ്ട്, ഒരു ചടങ്ങ് കാണാറുണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇതിന് വല്ല ഗുണവും കിട്ടുന്ന കാര്യമാണോ? എന്താണ് ഈ ജാറം മൂടുന്നത് കൊണ്ടുള്ള ഗുണവും അതിന്റെ ഉപകാരങ്ങളും എന്നറിയാൻ ആഗ്രഹിക്കുന്നു. ജാറം മൂടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരുടെ ഖബർ പോലെയല്ല മഹാന്മാരുടെ ഖബറുകൾ. ആ ഖബറുകൾ പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു ആദരിക്കപ്പെടുന്ന വിധേയന ആകുന്നതിന് വേണ്ടി ആണ് ജാറം മൂടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക കുർബത്തായി, പുണ്യകർമ്മമായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇസ്മായിൽ ഹിത്തി റഹ്മത്തുള്ളാഹി അലൈയുടെ 10 വാല്യങ്ങൾ വരുന്ന റൂഹുൽ ബയാൻ എന്ന തഫ്സീറിന്റെ 3-ാം വാല്യം 400-ാം പേജിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഫബിനാഉൽ ഖിബാബി, അപ്പോൾ കുബ്ബകൾ എടുക്കൽ, അലാ ഖുബൂരിൽ ഉലമായി വൽ ഔലിയായി വസ്സുലഹായി, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആലിമീങ്ങൾ അവരുടെ ഖബറിന്റെ മേലിൽ കുബ്ബ എടുക്കൽ, സുത്തൂരി, അതാണ് നിങ്ങൾ പറഞ്ഞ ജാറമുടലൊക്കെ, സിത്റുകൾ മറയിടലും, വൽ അമായിമി, തലേക്കെട്ട് പോലെ ഉണ്ടാക്കി അങ്ങനെ തലഭാഗത്ത് വെക്കലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വാഹിബാനി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖബറിന്റെ മേലെ ഇന്നും ഇതുണ്ട്. അത് പുറത്തു ചെല്ലുന്ന ആളുകൾക്ക് നോക്കിക്കാണാൻ പെട്ടെന്ന് സൗകര്യപ്പെടൂല. അതിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലൂടെ ഉള്ളിലേക്ക് കാണാൻ കഴിഞ്ഞാൽ അത് കാണുകയും ചെയ്യും. അതാണ് സുത്തൂരി വൽ അമായിമി വസ്സിയാബി അലാ ഖുബൂരിഹിം, അവരുടെ ഖബറുകളുടെ മേലിൽ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഉലമാക്കൾ ഇവരുടെയൊക്കെ ഖബറിന്റെ മേലിൽ വസ്ത്രമിടലും തലേക്കെട്ട് വെക്കലും അതുപോലെ തന്നെ മറയിടലും ഒക്കെ അംറും ജായിസുൻ, ജായിസായ അനുവദിക്കപ്പെട്ട കാര്യമാണ്. എപ്പോ ഇദാ കാനൽ ഖസ്ദു ബിദാലിക അത്തഅലീമ ഫീ അയുനിൽ അമ്മ, സാധാരണക്കാർ പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ ഇതിനെ ആദരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഹത്താലാ യഹ്തഖറു സാഹിബ ഹാദൽ ഖബർ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഈ ഖബറിൽ കിടക്കുന്ന ആളെ അവർ നിന്ദ്യമാക്കാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുടെ ഖബറാണെന്ന് തോന്നിപ്പോവും. വകദാ ഈഖാദുൽ ഖനാദീലി വശംഇ, മെഴുകുതിരി അതുപോലെ തന്നെ തൂക്കുവിളക്ക്, ഈ വിളക്കൊക്കെ വെക്കലും, ഇന്ദ ഖുബൂരിൽ ഔലിയായി വസ്സാലിഹീൻ വസ്സുൽഹായി, സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കളെയും ഖബറിൻ അരികൾ വിളക്ക് വെക്കലുമൊക്കെ മിൻ ബാബി തഅലീമി വൽ ഇജ്ലാലി അയ്ളൻ, അവരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ടതാകുന്നു. അതുകൊണ്ട് തന്നെ ഫൽ മഖ്സദു ഫീഹാ മഖ്സദുൻ ഹസനുൻ, ഇതിലുള്ള ഉദ്ദേശം സദുദ്ദേശവുമാകുന്നു. ഇത് റൂഹുൽ ബയാനിൽ ഷെയ്ഖ് ഇസ്മായിൽ ഹിത്തി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല ഇതുപോലെ മഹാനായ അബ്ദുൽ മുലൈൻ നാബൽസി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കശ്ഫുൻ നൂർ അൻ അസ്ഹാബിൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരുടെ എല്ലാം മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ പ്രസ്താവിച്ചത് സയ്യിദ് സുംഹൂദിയുടെ വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ 2-ാം വാല്യം 582-ാമത്തെ പേജിൽ പറഞ്ഞു കാണാം. ഖാല ഇബ്നു റുസ്ദ് ഫി ബയാനിഹി, ഇബ്നു റുസ്ദ് അദ്ദേഹത്തിന്റെ ബയാനിൽ പറഞ്ഞു, കരിഹ മാലിക്കുൻ കശ്ഫ സഖഫ ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ മേൽഭാഗം തുറന്നിടലിനെ ഇമാം മാലിക് തങ്ങൾ വെറുത്തു. വറആ മിൻ സൗനിഹി അൻ യകൂന മുഗത്തൻ, അത് മൂടിയിടണം, അതാണ് അതിന്റെ കാവൽ എന്ന് ബഹുമാനപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വഖദ് യുളമ്മു ഇലാ ദാലിക, ചിലപ്പോ ഇതിലേക്ക് നമുക്ക് കൂട്ടിക്കൊടുക്കാം ഉപോത്ബലകമായി, അന്നഹു ഇന്നമാ ജാസ കിസ്വത്തുൽ കഅബ, കഅബനെ വസ്ത്രമിടുന്നു, കഅബന്റെ മേലെ വസ്ത്രമിട്ട് നിൽക്കലാണ് പണ്ടും ഇന്നുള്ളത്. ഇത് ജായിസായത് ലിമാ ഫീഹി മിന തഅലീം, കഅബയെ ആദരിക്കൽ ഉണ്ട് എന്ന നിലക്കാണല്ലോ. അപ്പൊ പിന്നെ വനഹനു മഅ്മൂറൂന ബി തഅലീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കണമെന്ന് നമ്മളോട് കൽപ്പനയുമുണ്ട്. വതഅലീമു ഖബരിഹി മിൻ തഅലീമിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ബഹുമാനിക്കുക എന്നത്, ആദരിക്കുക എന്നത് റസൂലുള്ളാഹിനെ ആദരിക്കുന്നതിന് ആ ബാബിൽപ്പെട്ടതാണ്.
എന്നല്ല വഹാദ ഔലാ ബിൽ ജവാസ്. കഅബയെ ആദരിക്കാമെങ്കിൽ, വസ്ത്രമിട്ട് ആദരിക്കാമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ആദരിക്കുന്ന കാര്യം പറയേണ്ടതുമില്ല. അപ്പൊ അവരുടെ ഖബറിനെ ആദരിക്കുക എന്ന നിലക്കാണ് അത് ചെയ്യുന്നത്. ഇമാം മാലിക് തങ്ങൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം പ്രസ്താവിച്ചത് സയ്യിദ് സുംഹൂദി വഫാഉൽ ലഫ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ പ്രസ്താവിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അതനുസരിച്ചാണ് അത് ചെയ്യുന്നതും. അങ്ങനെ ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കുന്നു. നേർച്ചയാക്കിയാൽ അപ്പോൾ ചെയ്യൽ നിർബന്ധമായി വരികയും ചെയ്യും.